ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിനെയാണ്. അങ്ങനെ നമ്മുടെ രേവതി കണ്ണടച്ച് മാല കോർക്കുന്നത് കണ്ട് അത്ഭുതത്തോടു കൂടി സച്ചി നോക്കിയിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് നമ്മുടെ സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നത്. കാരണം വേറൊന്നുമല്ല, കണ്ണടച്ച് പൂവട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് കഴിയില്ല. അത് രേവതിക്ക് കഴിഞ്ഞേക്കാം. കാരണം രേവതി ഇത്ര വർഷം എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു പൂ കെട്ടി അങ്ങനെ വന്നതാണ് നമ്മുടെ രേവതി. അപ്പോൾ രേവതിക്കത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സച്ചിക്ക് അത് കണ്ടിട്ട് ഒരു അത്ഭുതം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ സച്ചി അത് കണ്ട് ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പൂവൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ഇത് കൊള്ളാം, ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കണ്ണടച്ച് പൂ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെയാണ് സാധിക്കുന്നതെന്ന് പറയുമ്പം അതൊക്കെ വലിയ കാര്യമൊന്നുമല്ല, ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും സാധിക്കും. ഞാനിത് ചെറുപ്പം മുതലേ ചെയ്തു വന്നതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. അതിന് പൂകെട്ട അറിയാമോ? പൂകെട്ട അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കണ്ണടച്ച് പൂ കെട്ടുന്നത്? പൂ കെട്ടാൻ നീ എന്നെ പഠിപ്പിക്കുക. നീ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ച് പൂ കെട്ടി നോക്കാം. അല്ല, ഇത്രയും പൂവെല്ലാം നിനക്ക് കെട്ടി കൊടുത്തു വിടാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സഹായിക്കാമല്ലോ, എന്നെയും കൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ഒരു വള്ളി എടുത്തിട്ട് ആ വള്ളി ഇങ്ങനെ പിടിച്ചിട്ട് അത് രണ്ടും സമമായിട്ട് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ എടുത്ത് അങ്ങനെ എടുത്തെന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സച്ചി. അങ്ങനെ നോക്കിയിരുന്നിട്ട് നമ്മുടെ സച്ചി മതി ഇനി ഞാൻ കെട്ടിക്കോളാം. എനിക്ക് മനസ്സിലായി, എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇങ്ങ് തന്നെ ഇനി ഞാൻ കെട്ടാം എന്ന് പറഞ്ഞ് ആ ഒരു വള്ളി മേടിച്ച് ഇങ്ങനെ പൂ കെട്ടാൻ തുടങ്ങുകയാണ്. ഏതായാലും പൂവെടുത്തു ഇങ്ങനെ കെട്ടി വന്നപ്പോഴത്തേക്കും പൂവെല്ലാം കൂടെ താഴെ പോയി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അയ്യോ ഇങ്ങനെയല്ല, ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആ വള്ളി മേടിച്ച് ഒന്നും കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആയിക്കോട്ടെ, റൈറ്റിലേക്ക് വള്ളി എടുക്കണം, പിന്നെ ലെഫ്റ്റിലേക്ക് വരണം, പിന്നെ റൈറ്റിലേക്ക് വീണ്ടും പോകണം എന്നൊക്കെ പറഞ്ഞപ്പം ഇതെന്താ, ഞാൻ ഏതെങ്കിലും അഡ്രസ്സും വല്ലതും ആണോ പറഞ്ഞു തന്നത്? ഇത്രമാത്രം റൈറ്റും ലെഫ്റ്റൊക്കെ നോക്കാൻ അത് എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടിയേ ഞാൻ ചെറിയൊരു കുറുക്ക് വഴി കണ്ടുപിടിച്ചതാ. ഏതായാലും എനിക്ക് മനസ്സിലായി, ഇങ്ങിതാ ഒന്നും കൂടി ഞാൻ കെട്ടാന്ന് പറഞ്ഞ് വീണ്ടും ആ ഒരു പൂ കെട്ടാൻ വേണ്ടി എടുക്കുകയാണ്. എവിടെന്ന് നമ്മുടെ സച്ചിക്ക് കഴിയുന്നു. സച്ചി അത് നോക്കിയിട്ടും സച്ചിനെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, സുല്ലിട്ടു കേട്ടോ ഞാൻ. ഏതായാലും ഇത് എനിക്ക് പറ്റിയ പണിയല്ല, വളയം പിടിക്കുന്നതാണ് എനിക്ക് പറ്റിയ പണി. ഇതെനിക്ക് പറ്റിയ പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പം ഇതൊക്കെ പറ്റുന്നേ, ഞാൻ ചെറുപ്പത്തിലേ ഇതിങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിലേ ആർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് പഠിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴാണല്ലോ എല്ലാവർക്കും ഇതൊക്കെ കെട്ടാനായിട്ട് സാധിക്കുന്നത്. എന്ത് ജോലിയാണെങ്കിലും അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതി അമ്പലത്തിൽ പോയ കാര്യം ഓർത്തത്. അങ്ങനെ അമ്പലത്തിൽ പോയ കാര്യം ഓർത്തിട്ട് ആ ഒരു ചന്ദനം എടുത്ത് നമ്മുടെ സച്ചിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ നീങ്ങി വന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ചന്ദനമൊക്കെ? അതെ, ഞാനിന്ന് അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ പുഷ്പാഞ്ജലി കഴിപ്പിച്ചായിരുന്നു, അർച്ചന കഴിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സച്ചി പെട്ടെന്നങ്ങ് ഒന്ന് വിഷമമായിട്ടോ. കാരണം തനിക്ക് ഇതുവരെ ആരും പുഷ്പാഞ്ജലി ഒന്നും കഴിപ്പിച്ചിട്ടൊന്നുമില്ല. തന്നെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് പോലും നമ്മുടെ സച്ചിക്ക് അറിയില്ല. അപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു അർച്ചനയൊക്കെ കഴിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലൊരു ചെറിയ വിഷമം കടന്നുകൂടുകയാണ്. സ്വന്തം അമ്മ പോലും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ രേവതി അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, ഇതെന്താ നീ ഇങ്ങനെ പോയി അർച്ചനയൊക്കെ കഴിപ്പിച്ചത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമൊന്നുമില്ല. പിന്നെന്താ, വെറുതെ എനിക്ക് തോന്നി ഇപ്പം ഞാൻ അമ്പലത്തിൽ വരെ പോയതല്ലേ, അപ്പം പിന്നെ നേർച്ച കഴിപ്പിച്ചേക്കാന്ന് വെച്ചു. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് എന്താ സ്പെഷ്യലായിട്ട് വേണ്ടത്? ഇന്ന് എന്താ ഉണ്ടാക്കി തരേണ്ടത്? ഇന്ന് എന്തുണ്ടാക്കാനാ? എന്നുണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും? അല്ല, എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ഡിഷ്, അല്ലെങ്കിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ഞാൻ ഉണ്ടാക്കി തരേണ്ടത്? പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഇഷ്ടപ്പെട്ട സാധനം എന്താന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പം അത് പിന്നെ ഇഷ്ടപ്പെട്ടത് അത് നിനക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. നിനക്ക് എന്തിഷ്ടപ്പെട്ടാലും എനിക്കും ഇഷ്ടപ്പെടും. എനിക്ക് വിശക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാത്തിനോടും ഉണ്ട്. വിശക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും വരാറില്ലല്ലോ. അതുകൊണ്ട് എനിക്ക്
ഇഷ്ടം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വിശക്കുമ്പം എന്തെൻ്റെ മുമ്പിൽ കിട്ടുന്നോ അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് നീ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും. ഏതായാലും ഉണ്ടാക്കിക്കോ, ഞാൻ കഴിച്ചോളാം. ഏതായാലും നീ ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തുണ്ടാക്കിയാലും അത് നല്ലതാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്തുണ്ടാക്കിയാലും ഞാൻ സംതൃപ്തിയോടുകൂടി കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കും ചെറിയൊരു സന്തോഷമൊക്കെ ആയി. അങ്ങനെ നമ്മുടെ രേവതി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് അടുക്കളയിലേക്ക് പോയി കേട്ടോ. അങ്ങനെ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സച്ചിക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. സച്ചിക്ക് ഇഷ്ടമുള്ള സാധനം ആ വീട്ടിലുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യമായിട്ടുള്ള സംഭവമാണല്ലോ. അവിടെ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ രവീന്ദ്രന് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ പിന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത്. കൂടുതലും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടതാണ് ചന്ദ്ര ഉണ്ടാക്കുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് രവീന്ദ്രനെയാണ്. അപ്പം രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങ് ചെന്നിട്ട് അതെ, എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു ശ്രുതിയെക്കുറിച്ച്. എന്താടി അവനെക്കുറിച്ച് നിനക്ക് സംസാരിക്കാനുള്ളത്? ഇനി ഇതിൽ കൂടുതൽ എന്ത് വരാനാ? അത് വേറൊന്നുമല്ല, അവനൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എപ്പോഴും ഇങ്ങനെ ഇട്ട് കുറ്റപ്പെടുത്തരുത്. അവൻ്റെ മനസ്സ് വേദനിക്കും. എല്ലാവരും ഈ വീട്ടിൽ അവനെ കുറ്റപ്പെടുത്തുക. പ്രത്യേകിച്ച് സച്ചി പണ്ട് അവനോട് ഒരക്ഷരം പോലും പറയാത്തതായിരുന്നു എതിർത്ത്. പക്ഷേ ഇപ്പം പുല്ലുവില കൽപ്പിക്കുന്നില്ല. എടി ആര് കാരണമാടി? ശ്രുതി കാരണം തന്നെയല്ലേ അവൻ പുല്ലുവില കൽപ്പിക്കാത്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവനൊരു വിവാഹം അത് ഉടനെ തന്നെ വേണം. അവനൊരു വിവാഹം. എടി അവൻ ആദ്യം ഒരു ജോലി ഉണ്ടോ? ഇപ്പം അവനൊരു ജോലിക്ക് പോയിട്ട് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അതിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രവി അതെ എടാ ശ്രുതി നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി പേടിച്ച് വരികയാണ്. ശ്രുതിക്ക് ആകെ മൊത്തത്തിൽ പേടിയാണല്ലോ ഇപ്പം വീട്ടിലുള്ള എല്ലാവരെയും. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് തന്നെയാണ് വരുന്നത്. അങ്ങനെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താച്ചാ അല്ല നീ ഇവിടെ ഇരിക്കുക, എനിക്കിതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താച്ചാ പറഞ്ഞോ. എടാ നീ ഇന്നൊരു ജോലിക്ക് പോയി, ആ ജോലി നീ ഇന്ന് തന്നെ റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു. എടാ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അങ്ങനെ എളുപ്പം കിട്ടുന്ന കാര്യമൊന്നുമല്ല. എത്ര പേരാണെന്നറിയാമോ ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. എത്രയ്ക്ക് പഠിച്ചെന്ന് പറഞ്ഞാലും ജോലി കിട്ടാന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. അതും ജോലി കിട്ടിയ ഉടനെ നമ്മൾ വലിയ ആളാകണമെന്നൊന്നുമില്ല. കുറച്ച് കഷ്ടതകളും ദുരിതങ്ങളും അതുപോലെ തന്നെ അവർ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് അവിടെ നിൽക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിന്ന് പതിയാണ് നമുക്ക് ജോലിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുക. അല്ലാതെ നീ ചെന്ന ഉടനെ തന്നെ പൊക്കത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ തന്നെ ആയിക്കോട്ടെ, എത്ര ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലിരുന്നാടാ വർക്ക് ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര അത് പിന്നെ നിങ്ങളെപ്പോലെയാണോ ശ്രുതിക്ക് നിങ്ങൾ വെറും ഒരു ഡ്രൈവർ, ഇവന് ഓഫീസ് വർക്കല്ലേ, ഇവന് നന്നായിട്ട് പഠിച്ചതും ഇവനെപ്പോലെയാണോ നിങ്ങളെപ്പോലെയാണോ ഇവന്? അതുകൊണ്ട് നിങ്ങൾ രണ്ടും കൂടെ അങ്ങനെ താരതമ്യം ചെയ്യുന്നത് എന്തിനാണ്? അവൻ്റേതായ കുറേ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലേ, അവൻ്റേതായ ഒരു പൊസിഷനില്ലേ, ആ ഒരു പൊസിഷനിൽ താഴെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനത് ഉൾക്കൊള്ളാൻ കഴിയുമോ? എൻ്റെ പൊന്നു ചന്ദ്രേ, ഈ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അത് ഇന്ന് വരും നാളെ പോകും. അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവൻ നല്ലൊരു പൊസിഷനിൽ തന്നെയാണല്ലോ, അത് ഇവൻ തന്നെ വരുത്തി വെച്ചതാ. അതുകൊണ്ട് ആദ്യം ഒരു ജോലി, എന്നിട്ട് പോരെ ഈ വിവാഹമൊക്കെ. എന്തിനാ ചാടി തിമിർത്തി ഇനിയിപ്പോൾ വിവാഹം നടത്തുന്നത്? ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി വന്നു കേട്ടോ. ഏതായാലും സച്ചി വന്നിട്ട് ഓഹോ ഇനിയിപ്പം വിവാഹം അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഏതായാലും ശ്രീകാന്തിനെ വിളിച്ച് ഇവിടെ വരുത്തിയിട്ട് ഇവൻ്റെ വിവാഹം നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പം വീട്ടുകാർ വീണ്ടും നാണം കെട്ടേക്കും. അല്ല അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചന്ദ്ര ചോദിച്ചപ്പോഴത്തേക്കും അല്ല ഇവന് ഓടിപ്പോകുമ്പോഴേ ഞാനൊന്ന് വിവാഹം കഴിച്ചതല്ലേ, എനിക്കിനിയിപ്പം ഒരു പെണ്ണിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഇവന് ഓടിപ്പോകുന്ന സമയത്ത് ശ്രീകാന്ത് ഉണ്ടെങ്കിൽ ശ്രീകാന്ത് ആ പെണ്ണിനെ വിവാഹം കഴിച്ചോളൂല്ലോ. അതാണല്ലോ ഇവിടുത്തെ പതിവ്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ സച്ചി, അവനൊരു പ്രാവശ്യം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അവന് അബദ്ധമൊന്നും പറ്റാൻ പോകുന്നില്ല. അവനൊരു വിവാഹം അത് വേണം. നീ വിവാഹം കഴിച്ചില്ലേ, നീ അവൻ്റെ അനിയനല്ലേ. ഓ വിവാഹം കഴിച്ച കാര്യമൊന്നും ഇവിടെ പറയണ്ട. എന്ത് ചെയ്യാനാന്ന് പറ. നല്ല കാര്യം ചെയ്തിട്ടാണല്ലോ എൻ്റെ ചേട്ടൻ അങ്ങ് പോയത്. അതുകൊണ്ടല്ലേ എൻ്റെ തലയിൽ അവളെ കെട്ടിവെക്കേണ്ട വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇത് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രേവതിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. കാരണം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാതെ അങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. എന്നാലും അത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ രേവതി അങ്ങ് നിൽക്കുകയാണ്. ആദ്യം 50 ലക്ഷം രൂപ അതിവിടെ കൊണ്ടുവയ്ക്ക്. അതിനുശേഷം നമുക്ക് കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കാം.
അതല്ലേ അതിൻ്റേതായ ഒരിത്. അങ്ങനെയല്ലേ വേണ്ടത്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. പിന്നെ എനിക്ക് അമ്മയെക്കുറിച്ച് ഓർത്ത് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. ഇവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര നാളാണോ അമ്മയുടെ ആയുസ്സെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ തലേ തൊട്ടല്ലേ സത്യം ചെയ്ത് ഇവൻ 50 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ പോട്ടെ, അതൊന്നും ഓർക്കണ്ട. അതൊന്നും ഓർത്തിട്ട് എന്തിനാ ഇനി വെറുതെ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് പേടിയായിട്ടോ. ചന്ദ്ര പറഞ്ഞു, അത് എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ മോന് ജോലിക്ക് പോവും. അവൻ ജോലിക്ക് പോയിട്ട് അവൻ പൈസ കൊണ്ട് തരും. അല്ലേ മോനെ? 50 ലക്ഷം രൂപയൊക്കെ അവൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് തരും. നീ എന്തിനാ എൻ്റെ മോനെ വീണ്ടും വീണ്ടും ഇട്ടിങ്ങനെ ദ്രോഹിക്കുന്നത്? അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അവൻ ഒരു തെറ്റും എന്നോട് ചെയ്തില്ലല്ലോ. എടാ, 50 ലക്ഷം രൂപ കിട്ടാതെ നിന്റെ കല്യാണം ഇവിടെ നടക്കില്ലടാ. കല്യാണം കഴിക്കാൻ നടക്കുന്നവന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 50 ലക്ഷം രൂപ എടുത്തു വെക്കാതെ ഇവിടെ ഒരു കൂത്ത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ സമ്മതമില്ലാതെ ഇവിടെ ഒരു വിവാഹവും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ജോലിക്കാരിയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സുധീനെ അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സുധി കുറേ നേരം കേട്ട് നിന്നു കേട്ടോ. അപ്പോൾ സുധി കുറച്ച് നേരം കേട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, എടാ, നീ കുറേ ദിവസമായി എന്നെ ഇട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് നീ എന്തിനാ എപ്പോഴും എൻ്റെ മെക്കിട്ട് കയറുന്നത്? നിൻ്റെ നാക്ക് പൊങ്ങിയോടാ? നിനക്ക് നാക്കുണ്ടായിരുന്നല്ലേ? ഞാനോർത്ത് നിൻ്റെ നാക്ക് ഇറങ്ങിപ്പോയി കാണുമെന്ന്. എൻ്റെ നാക്ക് ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഏതും പറയുമ്പോൾ മിണ്ടാതെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനും ഇവിടുത്തെ മകൻ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ എന്തിനാ എപ്പോഴും നീ എൻ്റെ മെക്കിട്ട് കയറുന്നത്? ഒരു അബദ്ധം പറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നീ കൂടുതൽ ആളാകാൻ ശ്രമിക്കരുത് കേട്ടോ സച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി, എന്താടാ നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ? നിനക്ക് നാക്കങ്ങോട്ട് പൊങ്ങി തുടങ്ങിയല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നീ എൻ്റെ തലയിൽ കയറിയിരിക്കുമല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കണം. ഇല്ല, നീ പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കാനേ എനിക്ക് മനസ്സില്ല. ഞാൻ പോവുക. ഇതിലും ഭേദം അത് തന്നെയാണ് നല്ലത്. നീ പറയുന്നത് കേട്ട് ഒരടിമയെ പോലെ നിൽക്കണമെങ്കിലേ നീ വല്ല അടിമേനെ മേടിച്ച് ഇവിടെ നിർത്തിക്കോ. എനിക്കും അതിന് പറ്റില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുധി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഏതായാലും ചന്ദ്രയുടെ ചങ്ക് പൊട്ടാണ്. ചന്ദ്ര, മോനെ സുധി പോല്ലേടാ, അവിടെ നിൽക്കടാ. എടാ മോനെ, നീ എങ്ങോട്ടാടാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പുറകെ പോകുന്നുണ്ട്. ഏതായാലും സുധി ഇതൊന്നും കേൾക്കുന്നില്ല. സുധി ഇതൊന്നും കേൾക്കാതെ ദേഷ്യം വന്ന് കലിയെടുത്ത് നേരെ പോവുകയാണ് ചെയ്തത്. ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര, എടാ സച്ചി, എന്തിനാടാ എൻ്റെ മോനെ പറഞ്ഞു വിട്ടത്? നിങ്ങളുടെ മോന് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങളുടെ മോനെ വിവാഹം കഴിക്കണം പോലും. വിവാഹം ആദ്യം 50 ലക്ഷം രൂപ ഇവിടെ വെക്കട്ടെ, അത് കഴിഞ്ഞ് മതി ഇവിടെ വിവാഹവും എന്തും ആണെങ്കിലും. അതിനു മുമ്പ് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതി ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷർട്ടൊക്കെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, സച്ചിയുടെ ഷർട്ടൊക്കെയാണ്. അപ്പം ഇപ്പോൾ സച്ചിയോട് ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് സച്ചി നേരെ കയറി വന്നിട്ട് എൻ്റെ ഷർട്ട് എടുക്കാൻ പറയുന്നപ്പോഴത്തേക്ക് അയൺ ചെയ്ത് ഷർട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ, ഇതെന്താ തേച്ച ഷർട്ട്? ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് സൂട്ടാവില്ല. ആര് പറഞ്ഞു സൂട്ടാവില്ലെന്ന്? അതെ, നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പം അതിൻ്റേതായ ഡീസൻസി പോകണ്ടേ. ഒരാളെ ആദ്യം വിലയിരുത്തുന്നതേ വേറെ ഒന്നുകൊണ്ടും അല്ല, നമ്മുടെ ഡ്രസ്സിങ്ങിലാണ്. എന്നെ അങ്ങനെ ആരും വിലയിരുത്തേണ്ട കാര്യമില്ല. നിനക്കും വില വേണ്ട. എന്തിന് വിലയിരുത്തണം? ഞാൻ എന്നും ചുളുങ്ങിയ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. എന്നിട്ട് ഇഷ്ടപ്പെടുന്നവരെന്നെ ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലാതെ എന്നെ വേറെ ആരും ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയുമ്പം അത് പിന്നെ ഒരാൾ ഫസ്റ്റ് നമ്മളെ കാണുമ്പം നമ്മുടെ ഡ്രസ്സിങ്ങൊക്കെ ശ്രദ്ധിക്കില്ലേ? എന്തൊക്കെ ശ്രദ്ധിച്ചാലും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട എന്നും ഈ സച്ചി ഇങ്ങനെ തന്നെയാണ്. ഇനി അങ്ങോട്ടും ഇങ്ങനെയായിരിക്കും. സച്ചിനെ മാറ്റാൻ നീ നോക്കരുതേ. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടരുതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് ചൂടാകാൻ തുടങ്ങിയപ്പോൾ രേവതി പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങൾ പലപ്പോഴും പല സ്വഭാവം എന്തിനാ എന്നോട് കാണിക്കുന്നത്? പലപ്പോഴും പല സ്വഭാവം. എന്ത് സ്വഭാവം? അല്ല, നിങ്ങൾ നേരത്തെ അവിടെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ? അതാണോ നിനക്കിപ്പം? അത് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊന്നും അല്ല. അവൻ എൻ്റെ ശത്രുവായിപ്പം. അതും കൊണ്ട് അവൻ്റെ മുമ്പിൽ വെച്ച് നിന്നോട് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ അവൻ ഇവിടുന്ന് പച്ചവെള്ളം പോലും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മാത്രം അവൻ എൻ്റെ ശത്രുവാകാനുള്ള മെയിൻ കാരണം നീയുവാ. അവൻ കാരണമല്ലേ നീ എൻ്റെ തലേ വന്ന് വീണത്. അതുകൊണ്ടാണല്ലോ എൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടത്. പുറത്തു പോകാൻ പറ്റില്ല, സമയമാകുമ്പോൾ കയറി വരണം, വെള്ളം അടിക്കാൻ പറ്റില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റത് ചെയ്യരുത്, മറിച്ചത് ചെയ്തത്. അച്ഛൻ്റെ ഓരോ ഉപദേശം കേട്ട് ഞാൻ മടുത്തു. ഇതെല്ലാം ആര് കാരണമാ? നീ കാരണം. നിന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് അല്ലേ? അതാര് കാരണമാ നിന്നെ വിവാഹം കഴിച്ചത്? അത് സുധി കാരണം. അപ്പം പിന്നെ അവന് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. അവനെൻ്റെ ആജന്മശത്രുവാ. ആജന്മശത്രു എൻ്റെ ജീവിതം
തുലയ്ക്കാൻ വന്ന കാലൻ. അതുകൊണ്ട് ഞാൻ ഇതല്ല, ചിലപ്പോൾ ഇതിനപ്പുറം അവൻ്റെ മുമ്പിൽ വെച്ച് നിന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചതെങ്കിൽ അത് വെറും തെറ്റാണ് മോളെ, തെറ്റ്. സ്നേഹം കൊണ്ടൊന്നും അല്ല, അവനോടുള്ള ദേഷ്യം തീർക്കാനാണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് ഇറങ്ങിപ്പോയി. രേവതി ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഡിമ്മെന്നായി പോയിട്ട്. കാരണം അത്രയും നേരം മനസ്സിൽ കൂട്ടിവെച്ച ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പെട്ടെന്ന് തകർന്നു പോയൊരവസ്ഥയായിപ്പോയി നമ്മുടെ രേവതിക്ക്. കാരണം രേവതി ഓർത്തത് നമ്മുടെ സച്ചി എന്തോ രേവതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നൊക്കെയാണ്. ഏതായാലും നമ്മുടെ രേവതി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ സമയമാണ് ഭ്രാന്ത് പിടിച്ച് നമ്മുടെ സുധി റോട്ടിൽ കൂടെ നടന്നു പോവുകയും പെട്ടെന്നാണ് ഒരു വണ്ടി വന്ന് നമ്മുടെ സുധീനെ ഇടിക്കുന്നു. പെട്ടെന്ന് സുധി അവിടെ വീഴുകയാണ്. കാല് നോക്കിയപ്പോൾ മൊത്തം രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ആ സമയം തന്നെ ബോധം പോയി. അയ്യോ ചോരാന്ന് പറഞ്ഞ് കാറുന്നത് കണ്ടു. ആ സമയം തന്നെ അതേ സ്പോട്ടിൽ ബോധവും പോയി. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അവിടെ വരുന്നത്. ശ്രുതി ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് ചോരയിൽ കുളിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ കാലിന് എന്തോ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ ശ്രുതി എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നു. ഇനിയിപ്പം ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ശ്രുതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയാണ് നമ്മുടെ ശ്രുതിയുടെയും ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനിയാണ് അവർ ഒന്നാകാൻ പോകുന്ന നിമിഷം. അതായത് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി ആണ് വരൻ. അതായത് ശ്രുതിനെയാണ് വിവാഹം കഴിക്കുന്നത്. ഈ പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ പേര് അത്രയ്ക്ക് ശരിയല്ല. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവോ? ഏതായാലും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. മിസ് ചെയ്ത എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുകയാണ്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിന്നൂസ് വേൾഡിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഇടുന്നുണ്ട്. ലിങ്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.